ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, ജോബിൻ്റെ പുസ്തകം 8-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു, കടന്നുപോയ തലമുറകളോട് ആരായുക, പിതാക്കന്മാരുടെ അനുഭവങ്ങൾ പരിഗണിക്കുക. ഇന്നലെ പിറന്ന് നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാ. ഭൂമിയിലെ നമ്മുടെ ജീവിതം നിഴൽ പോലെ മാഞ്ഞു പോകുന്നു. അവർ നിന്നെ പഠിപ്പിക്കും, വിജ്ഞാന വചസ്സുകൾ നിനക്ക് ഉപദേശിച്ചു തരും. സ്നേഹമുള്ള സഹോദരങ്ങളെ, നാം ഈ കേട്ട ദൈവവചന ഭാഗത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ആത്മീയ സത്യമുണ്ട്. നമ്മുടെ പരിമിതമായ ജീവിതത്തിൻ്റെയും നമ്മുടെ പരിമിതമായ അനുഭവത്തിൻ്റെയും നമ്മുടെ പരിമിതമായ അറിവിൻ്റെയും അടിസ്ഥാനത്തിൽ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നിയതമായ ചില തീരുമാനങ്ങളിൽ എത്തുവാൻ സാധിക്കുകയില്ല. ഇന്നലെ പിറന്ന നമുക്കൊന്നും അറിഞ്ഞുകൂടാ. ഭൂമിയിലെ നമ്മുടെ ജീവിതം നിഴൽ പോലെ മാഞ്ഞു പോകുന്നു. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു, കടന്നുപോയ തലമുറകളോട് ആരായുക, പിതാക്കന്മാരുടെ അനുഭവങ്ങൾ പരിഗണിക്കുക. അവർ നിന്നെ പഠിപ്പിക്കും, വിജ്ഞാന വചസ്സുകൾ നിനക്ക് ഉപദേശിച്ചു തരും. ഈ കടന്നുപോയ തലമുറകൾ ഒന്ന് ചേർന്ന് ഒരുമിച്ച് നമ്മെ പഠിപ്പിക്കുകയും നമുക്ക് വിജ്ഞാന വചസ്സുകൾ ഉപദേശിച്ചു തരികയും ചെയ്യുന്ന വേദിയായി നമ്മുടെ മുമ്പിൽ പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ പ്രബോധന അധികാരം, പ്രബോധന പാരമ്പര്യം നമ്മുടെ മുമ്പിൽ വ്യാപരിക്കുകയും തിരുസഭയുടെ ഔദ്യോഗിക പ്രബോധന രേഖകളിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ, നാം അതിന് തയ്യാറാകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, തിരുസഭയുടെ പ്രബോധനങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലെ ഏതെങ്കിലും ഒരു മാർപ്പാപ്പയുടെയോ ഏതെങ്കിലും ഒരു ദൈവശാസ്ത്രജ്ഞൻ്റെയോ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളോ വ്യക്തിപരമായ തോന്നലുകളോ വ്യക്തിപരമായ ബോധ്യങ്ങളോ അല്ല അവിടെ നമുക്ക് ലഭിക്കുന്നത്. അതൊരുപക്ഷെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ ആയിരിക്കാം, ബെനഡിക്റ്റ് 16-ാമൻ പാപ്പയുടെ ആയിരിക്കാം, ജോൺ പോൾ 2-ാമൻ പാപ്പയുടേതായിരിക്കാം, അതിനു മുമ്പുള്ള പോൾ 6-ാമൻ പാപ്പയുടെയോ ജോൺ 23-ാമൻ പാപ്പയുടെയോ അല്ലെങ്കിൽ ലയോ 13-ാമൻ പാപ്പയുടെയോ ഒക്കെ അങ്ങനെയുള്ള മാർപ്പാപ്പമാരുടെയൊക്കെ പ്രബോധന രേഖകളിലൂടെ, ചാക്രിയ ലേഖനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, അതൊന്നും ഒരു മാർപ്പാപ്പയുടെയോ ഒരു വ്യക്തിയുടെയോ പഠനങ്ങളോ കാഴ്ചപ്പാടുകളോ അല്ല. പിന്നെയോ ആദിമസഭയുടെ കാലം മുതൽക്കേ ഇന്ന് വരെയുള്ള എല്ലാ മാർപ്പാപ്പമാരുടെയും മെത്രാന്മാരുടെയും സഭാപിതാക്കന്മാരുടെയും വേദപാരംഗതരുടെയും വിശുദ്ധരുടെയും ഒക്കെ ദൈവികമായ പരിശുദ്ധാത്മ പ്രചോദിതമായ ജ്ഞാനവചസ്സുകളുടെ സമാഹാരങ്ങളാണ് തിരുസഭയുടെ ഔദ്യോഗികമായ ഓരോ പ്രബോധന രേഖയുമെന്ന് അത് വായിക്കുവാൻ, അതിലൂടെ കണ്ണോടിക്കുവാൻ തയ്യാറാകുന്ന ഏതൊരു വ്യക്തിക്കും സാധിക്കും. എന്നോർക്കുന്നു, പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ 35 വേദപാരംഗതര ഉള്ളത്. അതിൽ ഒരു വേദപാരംഗതന വിശുദ്ധ അൽഫോൻസസ് മരിയ ലിഗോരി, ദിവരക്ഷക സന്യാസ സമൂഹത്തിൻ്റെ സ്ഥാപകനായ വിശുദ്ധ അൽഫോൻസസ് മരിയ ലിഗോരി. അദ്ദേഹം 112 പുസ്തകങ്ങൾ, ചെറുതും വലുതുമായ ഒന്നിലേറെ വോള്യങ്ങളുള്ളതും ഒക്കെയായ 112 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു പുസ്തകമാണ് വൈദികരുടെ ഔന്നത്യവും കടമകളും എന്ന പുസ്തകം, ദ ഡിഗ്നിറ്റീസ് ആൻഡ് ദ ഡ്യൂട്ടീസ് ഓഫ് എ പ്രീസ്റ്റ്. ആ പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ, ഇറ്റാലിയൻ ഭാഷയിൽ അദ്ദേഹം എഴുതിയ
ആ പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ആദ്യമായി പുറപ്പെടുവിക്കപ്പെട്ടപ്പോൾ ആ ഇംഗ്ലീഷ് പരിഭാഷയുടെ ആമുഖത്തിൽ അവതാരിക എഴുതിയ ഒരു ബിഷപ്പ് മെത്രാൻ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചത് ഓർക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഡിഗ്നിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എ പ്രീസ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ ഫ്രഞ്ച് വിവർത്തനത്തിൻ്റെ 50ാമത്തെ എഡിഷൻ പുറത്തിറങ്ങിയപ്പോൾ ഒരു ഫ്രഞ്ച് ബിഷപ്പ് എഴുതിയ അവതാരികയിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം ഈ ഇംഗ്ലീഷ് പരിഭാഷയുടെ ആദ്യത്തെ എഡിഷൻ പുറത്തിറങ്ങുമ്പോൾ എഴുതി വച്ചിരിക്കുകയും ഉദ്ധരിച്ചിരിക്കുകയും അതിപ്രകാരമാണ്. ഈ അൽഫോൺസസ് ലിഗോരിയുടെ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് അൽഫോൺസസ് എന്ന ഒരു വ്യക്തിയുടെ രചനകളല്ല. അൽഫോൺസസ് ലിഗോരിയുടെ പുസ്തകങ്ങളെന്ന് പറയുന്നത് അഗാത്ത രൂപതയുടെ മെത്രാനായ മോൺസിഞ്ഞോർ അൽഫോൺസസിൻ്റെ രചനകളുമല്ല. നമ്മോർക്കണം, ശുദ്ധമാന കത്തോലിക്ക സഭയിൽ ഔദ്യോഗികമായി പഠിപ്പിക്കുവാൻ പ്രത്യേകമായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നവരാ മെത്രാന്മാരെന്ന് പറയുന്നത്. എന്നിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പുസ്തകങ്ങൾ അത് അഗാത്ത രൂപതയുടെ മെത്രാൻ്റെ പുസ്തകങ്ങളുമല്ല, പിന്നെയോ ദൈവവചനം, പരിശുദ്ധമായ സുവിശേഷങ്ങളും അപ്പസ്തോലന്മാരുടെ ലേഖനങ്ങളും അപ്പസ്തോലിക പിതാക്കന്മാരുടെ രചനകൾ, സഭാപിതാക്കന്മാർ, പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ നിരവധിയായ വിശുദ്ധാത്മാക്കൾ, പരിശുദ്ധാത്മാവിൻ്റെ അധരങ്ങളെന്ന് കരുതപ്പെടുന്ന സത്യസഭയിലെ സൂനകദോസകൾ, ഇവയെല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരു ക്രൈസ്തവ വിശ്വാസിയെ ശാസിക്കുകയും തിരുത്തുകയും പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്ന വേദികളാണ് വിശുദ്ധ അൽഫോൺസസ് ലിഗോരിയുടെ രചനകൾ എന്ന് ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ ആ മെത്രാൻ എഴുതി വച്ചിരിക്കുകയാണ്. നാം ഓർക്കണം, തിരുസഭയുടെ ചരിത്രത്തിലെ 35 വേദപാരംഗതന്മാരിൽ ഒരു വേദപാരംഗതനായ വിശുദ്ധ അൽഫോൺസസ് മരിയ ലിഗോരിയുടെ ഒരു പുസ്തകത്തെക്കുറിച്ച് ഇപ്രകാരം ഒരു സാക്ഷ്യം നൽകപ്പെടുന്നുവെങ്കിൽ തിരുസഭയുടെ ചരിത്രത്തിലെ വലിയ വിശുദ്ധരായ വലിയ പണ്ഡിതന്മാരായ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രചോദനങ്ങൾ സ്വീകരിച്ച് നൂറുകണക്കിന് പുസ്തകങ്ങൾ എഴുതിയ ആ വലിയ വിശുദ്ധരായ പിതാക്കന്മാരുടെയും ആ ആത്മീയ വേദപാരംഗതരുടെയും എല്ലാ രചനകളുടെയും ആകത്തുക എപ്രകാരമായിരിക്കും? നാം ഓർക്കണം, ഈ വേദപാരംഗതരിൽ ആദിമ നൂറ്റാണ്ടുകളിലെ വിശുദ്ധാത്മാക്കൾ മുതൽ സമകാലിക സഭയിലെ വിശുദ്ധാത്മാക്കൾ വരെയുണ്ട്. ഈ വേദപാരംഗതരെയും സഭാപിതാക്കന്മാരെയും അപ്പസ്തോലിക പിതാക്കന്മാരെയും ഒക്കെ എന്ന് പറഞ്ഞാൽ സ്വന്തം രക്തം കൊണ്ട് തങ്ങളുടെ വിശ്വാസത്തിന് സാക്ഷ്യമെഴുതിയ ആദിമ നൂറ്റാണ്ടുകളിലെ സഭാപിതാക്കന്മാരുടെയും അപ്പസ്തോലിക പിതാക്കന്മാരുടെയും തങ്ങൾ തൊട്ടും കേട്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ട് നേരിട്ട് അനുഭവിച്ചും ഈശോയിൽ നിന്ന് സ്വീകരിച്ച ആ വിശ്വാസത്തിന് സാക്ഷ്യം നൽകുവാൻ വേണ്ടി ജീവൻ സമർപ്പിച്ച അപ്പസ്തോലന്മാരുടെയും ആ അപ്പസ്തോലന്മാരിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച അപ്പസ്തോലിക പിതാക്കന്മാരുടെയും സഭാപിതാക്കന്മാരുടെയും അതുപോലെ തന്നെ തങ്ങളുടെ ജീവിതം കൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തിന് സാക്ഷ്യചരിത്രം എഴുതിയ, സ്വർഗം അതിന് അംഗീകാരം ചാർത്തിയ, അങ്ങനെ തിരുസഭ ഔദ്യോഗികമായി വിശുദ്ധരെന്ന് പ്രഖ്യാപിച്ച വിശുദ്ധാത്മാക്കളുടെയും ഒക്കെ രചനകൾ, പ്രബോധനങ്ങൾ ഒന്നു ചേരുന്നതാ തിരുസഭയുടെ പ്രബോധന പാരമ്പര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ സ്നേഹമുള്ളവരെ നാം മനസ്സിലാക്കണം, ഇന്നലെ പിറന്ന് നമുക്കൊന്നും അറിഞ്ഞുകൂടാ. നമ്മുടെ ദൃഷ്ടികൾക്ക് പരിധിയുണ്ട്, നമ്മുടെ ശ്രവണത്തിന് പരിധിയുണ്ട്, നമ്മുടെ അറിവിന് പരിധിയുണ്ട്, നമ്മുടെ ഓർമ്മകൾക്ക് പരിധിയുണ്ട്. എന്നാൽ നമ്മുടെ വ്യക്തിപരമായ ഈ ഇന്ദ്രിയപരമായ അറിവുകൾക്കും അനുഭവങ്ങൾക്കും അവയെ സംബന്ധിക്കുന്ന ധാരണകൾക്കുമൊക്കെ എത്രയോ അപ്പുറത്തുള്ളതാ സത്യസഭയുടെ പ്രബോധന അധികാരവും പ്രബോധന പാരമ്പര്യവും എന്ന് പറയുന്നത്.
നാം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും നാമൊക്കെ പറയാറും പറഞ്ഞു കേൾക്കാറുമുണ്ട് പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ പരമാചാര്യനായ പരിശുദ്ധ പിതാവിൻ്റെ അപ്രമാദിത്വത്തെക്കുറിച്ച്, തെറ്റാവരത്തെക്കുറിച്ച്. പലപ്പോഴും പലരും മനസ്സിലാക്കുന്നത് ഈ അപ്രമാദിത്യം എന്ന് പറയുന്നത്, പരിശുദ്ധ പിതാവിൻ്റെ തെറ്റാവരം എന്ന് പറയുന്നത് പരിശുദ്ധ പിതാവിന് നൽകപ്പെട്ടിരിക്കുന്ന ഒരു ആനുകൂല്യമാണ് എന്ന. പരിശുദ്ധ പിതാവ് എന്ത് പഠിപ്പിച്ചാലും അതൊക്കെ ശരിയാണ് എന്നാണ് ആ വരത്തിൻ്റെ അർത്ഥമെന്ന് പലപ്പോഴും പലരും മനസ്സിലാക്കിയിരിക്കുന്നത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ആംഗ്ലിക്കൻ സഭയിൽ നിന്ന്, ഇവാഞ്ചലിക്കൽ പ്രൊട്ടസ്റ്റന്റ് സഭയിൽ നിന്ന് കത്തോലിക്കാ സഭയിലേക്ക് മാനസാന്തരപ്പെട്ട് കടന്നു വന്ന ഒരു വലിയ ബൈബിൾ പണ്ഡിതനും ദൈവശാസ്ത്രജ്ഞനുമാണ് ഡേവിഡ് ബി ക്യൂറി എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞൻ. ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹം ഈ ഇവാഞ്ചലിക്കൽ പ്രൊട്ടസ്റ്റന്റ് സഭയിൽ നിന്ന് കത്തോലിക്കാ സഭയിലേക്ക് മാനസാന്തരപ്പെട്ട് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ ചരിത്രം ഒരു ആത്മകഥയായി എഴുതി വെച്ചു. ആ പുസ്തകത്തിൻ്റെ പേര് ബോൺ ഇവാഞ്ചലിസ്റ്റ് റീബോൺ കാത്തലിക് എന്നത്. ആ പുസ്തകത്തിന് മലയാള പരിഭാഷ ഇറങ്ങിയിട്ടുണ്ട്, കത്തോലിക്കാ സഭയിലേക്കുള്ള എൻ്റെ തീർത്ഥാടനം എന്ന പേരിൽ. ആ പുസ്തകത്തിൽ ഈ പരിശുദ്ധ പിതാവിൻ്റെ തെറ്റാവരത്തെക്കുറിച്ച് ഡേവിഡ് ബി ക്യൂറി വളരെ മനോഹരമായി ഇപ്രകാരം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുകയാ, പരിശുദ്ധ പിതാവിൻ്റെ, റോമാ മാർപ്പാപ്പായുടെ തെറ്റാവരം അല്ലെങ്കിൽ അപ്രമാദിത്വം എന്ന് പറയുന്നത് പരിശുദ്ധ പിതാവിനുള്ള ഒരു ആനുകൂല്യമല്ല, പിന്നെയോ ഒരു നിബന്ധനയാണ്, ഒരു ബന്ധനമാണ് ഒരർത്ഥത്തിൽ. എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ തിരുസഭ ഔദ്യോഗികമായി പഠിപ്പിച്ചിരിക്കുന്ന സംഗതികളിൽ നിന്ന്, തിരുസഭയുടെ പവിത്രവും പ്രൗഢവുമായ പ്രബോധന പാരമ്പര്യത്തിന് ഘടകവിരുദ്ധമായ ഒരു സംഗതിയും ഒരു മാർപ്പാപ്പയ്ക്കും ഒരിക്കലും പഠിപ്പിക്കുവാൻ സാധിക്കുകയില്ല എന്നതാണ് സ്നേഹമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ പിതാവിൻ്റെ ഈ അപ്രമാദിത്യ വരം അല്ലെങ്കിൽ തെറ്റാവരം എന്ന് പറയുന്നത്. മാർപ്പാപ്പ എന്ത് പഠിപ്പിച്ചാലും അത് ഓട്ടോമാറ്റിക്കായിട്ട് ശരിയാകുന്നു എന്നല്ല, പിന്നെയോ ഒരു മാർപ്പാപ്പയ്ക്കും മാർപ്പാപ്പ എന്ന ആ ക്രിസ്തുവിൻ്റെ ഭൂമിയിലെ വികാരി എന്ന ഔദ്യോഗിക സ്ഥാനത്ത് ആയിരിക്കുന്നിടത്തോളം കാലം ഒരു മാർപ്പാപ്പ എന്ന നിലയിൽ അദ്ദേഹത്തിന് ശുദ്ധമാന കത്തോലിക്കാ സഭയുടെ പവിത്രമായ പ്രബോധന പാരമ്പര്യത്തിന് വിപരീതമോ വ്യത്യസ്തമോ ആയ ഒന്നും അദ്ദേഹത്തിന് പഠിപ്പിക്കാൻ സാധിക്കുകയില്ല. അദ്ദേഹത്തിന് അങ്ങനെ പഠിപ്പിക്കാൻ സാധിക്കുകയില്ല. അദ്ദേഹം പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി സത്യമായ കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ എന്ന സ്വർഗത്തിൻ്റെ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിക്കുന്ന, ദൈവരാജ്യത്തെ സംബന്ധിക്കുന്ന, വിശ്വാസത്തെയും ധാർമ്മികതയും സംബന്ധിക്കുന്ന ഏത് കാര്യത്തിലും നമുക്ക് തെറ്റുപറ്റാതിരിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ നാം എടുക്കുന്ന നിലപാടുകളിലും നാം മുറുകെ പിടിക്കുന്ന മൂല്യങ്ങളിലും നാം ജീവിക്കുന്ന ജീവിത ശൈലിയിലും സ്വർഗത്തിന് നിരക്കാത്തതായ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ നാം ഒരു കാര്യം ഉറപ്പുവരുത്തണം: പരിശുദ്ധ പിതാവിൻ്റെ പ്രബോധനങ്ങളോട് ചെവിയോർക്കുവാൻ, പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ ഈ സമ്പന്നമായ പ്രൗഢമായ പ്രബോധന അധികാരത്തിൽ നിന്ന് ദൈവികമായ ജ്ഞാനം സ്വീകരിക്കുവാനുള്ള ഒരു പരിശ്രമവും ഒരു സമർപ്പണവും നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ മനോഭാവങ്ങളിൽ ഉണ്ടായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് ഓർമ്മപ്പെടുത്തി തരികയാണ്. ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു, കടന്നുപോയ തലമുറകളോട് ആരായുക, പിതാക്കന്മാരുടെ അനുഭവങ്ങൾ പരിഗണിക്കുക. ഓർക്കണം, നമ്മുടെ പിതാക്കന്മാർ, സഭാപിതാക്കന്മാർ, തിരുസഭയുടെ ചരിത്രത്തിലെ ആദിമ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന അപ്പസ്തോലന്മാരിൽ നിന്നും
അപ്പസ്തോലന്മാരിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച അപ്പസ്തോലിക പിതാക്കന്മാരിൽ നിന്നും വിശ്വാസം സ്വീകരിച്ച് കലർപ്പില്ലാത്ത, കറയില്ലാത്ത, കളങ്കമില്ലാത്ത വിശ്വാസം സ്വീകരിച്ച് ആ വിശ്വാസത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച, അവസാനത്തുള്ളി ചോര പോലും ചിന്തി രക്തം കൊണ്ട് തങ്ങളുടെ വിശ്വാസത്തിന് സാക്ഷ്യമെഴുതിയ ആ പിതാക്കന്മാരിൽ നിന്ന് നമുക്കിന്നും ശ്രവിക്കുവാൻ സാധിക്കും. അവരുടെ അനുഭവങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. അവരുടെ വിജ്ഞാന വചസ്സുകൾ നമുക്ക് നമ്മുടെ ആത്മത്തിലേക്ക് സ്വാംശീകരിക്കാൻ സാധിക്കും. കാരണം അവരുടെയൊക്കെ പ്രബോധനങ്ങളുടെ ആകത്തുകയാ തിരുസഭയുടെ ഔദ്യോഗികമായ പ്രബോധനങ്ങളും പ്രബോധന രേഖകളും എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 32-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 8-9 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുകയും, ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടിയുറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. വചനം പറയുകയാണ്, ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടിയുറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മെ ഇന്ന് ദൈവം ഉപദേശിക്കുന്നത്, ഇന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് സത്യസഭയുടെ, പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ പ്രബോധനങ്ങളിലൂടെ, വചനത്തിൻ്റെ ഏറ്റവും ആധികാരിക വ്യാഖ്യാതാക്കളായ ഞാൻ മുൻപ് സൂചിപ്പിച്ച അപ്പസ്തോലിക പിതാക്കന്മാരുടെയും സഭാപിതാക്കന്മാരുടെയും വേദപാരംഗതരുടെയും സഭ ഔദ്യോഗികമായി വിശുദ്ധാത്മാക്കളെന്ന് പേര് വിളിച്ച ആ വിശുദ്ധാത്മാക്കളുടെയും ഒക്കെ പ്രബോധനങ്ങളുടെ ഉപദേശങ്ങളുടെ ആകത്തുക ഇന്നും മൊത്തത്തിൽ ആറ്റിക്കുറുക്കി നമുക്ക് ലഭിക്കുന്നത് തിരുസഭയുടെ ഔദ്യോഗികമായ പ്രബോധനങ്ങളിലൂടെ, പ്രത്യേകിച്ച് മാർപ്പാപ്പമാരുടെ ചാക്രിയ ലേഖനങ്ങളിലൂടെ, അപ്പസ്തോലിക പ്രബോധനങ്ങളിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുകയും. എന്നിട്ട് ആ വചനം പറയുന്നത്, നീ കുതിരയെയും കോവർ കഴുതിയെയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത്. കടിഞ്ഞാൻ കൊണ്ട് നിയന്ത്രിച്ചില്ല എങ്കിൽ അവൻ നിന്റെ വരുതിയിൽ നിൽക്കുകയില്ല. നീ കുതിരയെയും കോവർ കഴുതിയെയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത്. കടിഞ്ഞാൻ കൊണ്ട് നിയന്ത്രിച്ചില്ല എങ്കിൽ അവൻ നിന്റെ വരുതിയിൽ നിൽക്കുകയില്ല. എന്താ സ്നേഹമുള്ളവരെ, ഇവിടെ കുതിരയെയും കോവർ കഴുതിയെയും പോലെ ബുദ്ധിയില്ലാത്തവരാകരുത് എന്ന് പറയുന്നത്? നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഓർക്കണം, നമ്മുടെ അറിവ് നാം സ്വീകരിക്കുന്നത് മനസ്സിലേക്കാണ് സ്വീകരിക്കുന്നത്. ഇന്ദ്രിയങ്ങളാകുന്ന വാതായനങ്ങളിലൂടെ മനസ്സിലേക്ക് പ്രവേശിക്കുന്ന അനുഭവങ്ങളുടെ ഒരു സമഞ്ജസ രൂപമാണ് അറിവെന്ന് പറയുന്നത്. നാം കണ്ടതിൻ്റെയും നാം കേട്ടതിൻ്റെയും നാം സ്പർശിച്ചറിഞ്ഞതിൻ്റെയും നാം ഘ്രാണിച്ചറിഞ്ഞതിൻ്റെയും ഒക്കെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങളെ നമ്മുടെ മനസ്സ് പ്രോസസ്സ് ചെയ്യുന്നതാ, രൂപപ്പെടുത്തിയെടുക്കുന്നതാ നമ്മുടെ അറിവ്, നമ്മുടെ ധാരണ, നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ മനോഭാവങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നാം നിയന്ത്രിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട, അറിവിനെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 ഇന്ദ്രിയങ്ങൾ നമ്മുടെ കണ്ണും നമ്മുടെ കാതുമാണ്. നാം എന്തെല്ലാം കാണുന്നു, അല്ലെങ്കിൽ എന്തെല്ലാം വായിക്കുന്നു, നാം എന്തെല്ലാം കേൾക്കുന്നു, ഇത് രണ്ടും ചേർന്ന നമ്മുടെ അറിവിൻ്റെ ഒരു വലിയ ഭാഗം, സിംഹഭാഗം നിയന്ത്രിക്കുകയും നിർണയിക്കുകയും ചെയ്യുന്നത്. നാം എന്തു വായിക്കുന്നു, നാം എന്തെല്ലാം കാണുന്നു, നാം എന്തെല്ലാം കേൾക്കുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാണേണ്ടത് കാണുവാനും കേൾക്കേണ്ടത് കേൾക്കുവാനും നാം തയ്യാറാകാതെ, വായിക്കേണ്ടത് വായിക്കുകയും കേൾക്കേണ്ടത് കേൾക്കുകയും ചെയ്യുവാൻ തയ്യാറാകാതെ, നാം ഏതെങ്കിലുമൊക്കെ നമ്മുടെ താൽക്കാലികമായ നശ്വരമായ ഇന്ദ്രിയപരമായ നൈമിഷികമായ ചോദനകൾക്ക് വശംവദരായിക്കൊണ്ട്
കടിഞ്ഞാൺ കൊണ്ട് നിയന്ത്രിക്കാത്ത കഴുതിയെയും കുതിരയെയും പോലെ നാം നമ്മുടെ ഇന്ദ്രിയങ്ങളെ കയറഴിച്ച് വിട്ട് കഴിഞ്ഞാൽ നാം മനസ്സിലാക്കണം, അരുതാത്ത അറിവുകളും പാടില്ലാത്ത ധാരണകളും പാകം ചെയ്യപ്പെടാത്ത കാഴ്ചപ്പാടുകളുമായി നമ്മുടെ വിശ്വാസങ്ങൾ വികലമാവുകയും നമ്മുടെ ജീവിതം വികൃതമാവുകയും ചെയ്യുന്ന ഒരു അപകടത്തിൻ്റെ സാധ്യതയുണ്ട് എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വികലമായ ധാരണകൾ, അതിൻ്റെ ഫലമായി വികൃതമായ ജീവിതങ്ങൾ. സ്നേഹമുള്ള സഹോദരങ്ങളെ, നാം ഇന്ന് കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന അറിവിൻ്റെ എത്ര ഭാഗം നമ്മുടെ ആത്മരക്ഷയെയും നമ്മുടെ ജീവിത വിശുദ്ധിയെയും പരിപോഷിപ്പിക്കുന്നതാണ് എന്ന് നാം ഒന്ന് ആത്മശോധന ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നമ്മുടെ കേൾവികൾ, നാം കേൾക്കുന്ന കാര്യങ്ങൾ, നാം നിരന്തരം കേട്ടുകൊണ്ടായിരിക്കുന്നത്, നാം നിരന്തരം കണ്ടുകൊണ്ടായിരിക്കുന്നത്, നാം ഉറക്കമല്ലാത്ത സമയത്തൊക്കെയും നമ്മുടെ ഈ രണ്ട് ഇന്ദ്രിയങ്ങളും നിരന്തരം സ്വീകരിച്ചു കൊണ്ടായിരിക്കുന്നത്, നിരന്തരം കണ്ടുകൊണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ഗൗരവമായിട്ടെടുക്കുന്നില്ലാത്ത നമ്മുടെ കാഴ്ചയുടെ മുമ്പിൽ വരുന്ന ബിംബങ്ങൾ, ഒരുപക്ഷെ നമ്മൾ വളരെ നിസ്സാരമായി കടന്നു പോകുന്ന കാഴ്ചകൾ, കണ്ണ് വെറുതെ കടന്നു പോകുന്ന നമ്മുടെ കാഴ്ചകൾ, നമ്മുടെ ചെവികൾ വെറുതെ കേട്ട് മറന്നു കളയുന്ന വാക്കുകളും ചിന്തകളും ആശയങ്ങളും ഒക്കെ ഒരുപക്ഷെ ഫോണിൽ നാം നടത്തുന്ന സൗഹൃദ സംഭാഷണത്തിൽ നാം കേൾക്കുന്ന കാര്യങ്ങളായിരിക്കാം. അതല്ല എങ്കിൽ നാം കണ്ടുപിരിയുന്ന വ്യക്തികളോട് വെറുതെ പറഞ്ഞും കേട്ടും കടന്നുപോയ കാര്യങ്ങളായിരിക്കാം. അതല്ലെങ്കിൽ ടി വിയുടെ മുമ്പിൽ, സിനിമയുടെ മുമ്പിൽ, വാർത്തകളുടെ മുമ്പിൽ നാം ചെവിയോർത്തപ്പോൾ കേട്ട കാര്യങ്ങളായിരിക്കാം. ഒരുപക്ഷെ അവയിൽ പലതും പച്ചക്കള്ളമാണെന്ന് നമുക്കറിയാമെങ്കിലും, അവയിൽ പലതും ശരിയല്ല എന്നും നല്ലതല്ല എന്നും നമുക്കറിയാമെങ്കിലും നാം മറന്നു പോകരുത്, മനുഷ്യ മനസ്സിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. നാം കേൾക്കുന്നതും നാം കാണുന്നതുമെല്ലാം ഒരു അളവിൽ, ചെറുതോ വലുതോ ആയ അളവിൽ നമ്മെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ, പ്രത്യേകിച്ച് കണ്ണും കാതുമാകുന്ന രണ്ടിന്ദ്രിയങ്ങൾ, കാഴ്ചയുടെയും കേൾവിയുടെയും ആകുന്ന ഇന്ദ്രിയങ്ങളെ വളരെ ബോധപൂർവകം നിയന്ത്രണ വിധേയമാക്കുവാൻ, അങ്ങനെ നല്ലതായത്, വിശുദ്ധമായത്, ഉപരി വിശുദ്ധിയിലേക്ക് നമ്മെ നയിക്കുന്നതായ കാര്യങ്ങൾ നിരന്തരം കാണുവാൻ, അങ്ങനെയുള്ളത് മാത്രം കാണുവാൻ, നമ്മുടെ ജീവിത വിശുദ്ധിയിൽ ആഴപ്പെടുത്തുന്നവ മാത്രം കാണുവാനുള്ള ഒരു നിർബന്ധ ബുദ്ധി. ഒരുപക്ഷെ നമ്മുടെയൊക്കെ നാട്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ അൽഫോൻസാമയെയും വിശുദ്ധ എവ്പ്രസിയാമയെയും വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യായെയും വിശുദ്ധ ചാവറയച്ഛനെയും വിശുദ്ധനായ കുഞ്ഞച്ഛനെയും ഒക്കെ കുറിച്ച് നാം ഒക്കെ പറഞ്ഞും കേട്ടും വായിച്ചുമൊക്കെ അറിഞ്ഞിട്ടുള്ളതുപോലെ തങ്ങളുടെ ആത്മരക്ഷയ്ക്ക് ഉപയുക്തമല്ലാത്ത ഒരു കാഴ്ച പോലും ദൃഷ്ടിയിൽ പതിയാതിരിക്കേണ്ടതിന് അടുത്ത ചുവട് വെക്കേണ്ടത് എവിടെയോ അതിനപ്പുറത്തേക്ക് കണ്ണുകളെ അവർ വിട്ടിരുന്നില്ല. അവർ നടക്കുമ്പോൾ അടുത്ത ചുവട് വെക്കുന്നിടത്ത് മാത്രം അവരുടെ കണ്ണുകൾ പോയിരുന്നു. ചുറ്റുപാടുകളിലേക്ക് അവരുടെ കണ്ണുകളെ അവർ പറഞ്ഞു വിട്ടിരുന്നില്ല. സ്നേഹമുള്ള സഹോദരങ്ങളെ, അത്രമാത്രം വിശുദ്ധമായ രീതിയിൽ ഇന്ദ്രിയങ്ങളെ കാത്തു സൂക്ഷിച്ചിരുന്നവർ, മൗനത്തിൻ്റെ വിശുദ്ധമായ അന്തരീക്ഷത്തിൽ പ്രാർത്ഥനയുടെ ശീലുകൾ മാത്രം ചെവിയിൽ അലയടിക്കത്തക്ക വിധം നിരന്തരം സങ്കീർത്തനങ്ങളും ദൈവവചനങ്ങളും പിതാക്കന്മാരുടെ വാക്യങ്ങളും ആവർത്തിച്ച് ഉരുവിട്ട് കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന വിശുദ്ധാത്മാക്കളുടെ പിൻതലമുറയ ഇന്നിൻ്റെ ക്രിസ്ത്യാനികളെന്ന് നാം ഓരോരുത്തരും ഓർക്കണം. അങ്ങനെ കണ്ണിനെയും കാതിനെയും ഇന്ദ്രിയങ്ങളെ മുഴുവനെയും വിശുദ്ധമായതുകൊണ്ട് മാത്രം നിറയ്ക്കുവാൻ, അങ്ങനെ ജീവിത വിശുദ്ധിക്ക് ഉപയുക്തമായ അറിവുകൾ കൊണ്ട് മനസ്സിനെ നിറയ്ക്കുവാൻ, അങ്ങനെ ദൈവരാജ്യോന്മുഖമായ
കാഴ്ചപ്പാടുകളും സഭാത്മകമായ ജീവിത ദർശനങ്ങളുമുള്ള വിശുദ്ധമായ കാഴ്ചപ്പാടുകളും ബോധ്യങ്ങളുമുള്ള ക്രിസ്ത്യാനികളായി കത്തോലിക്കരായി ജീവിക്കുവാൻ വേണ്ട കൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.